കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെയും സാധാരണക്കാരായ മാതാപിതാക്കളുടെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാനത്താകെ വൻ പ്രതിഷേധമാണ് അലതല്ലുന്നത്. സ്വന്തം വിശപ്പടക്കിയും അതുപോലെ ഉള്ളത് മാറ്റിവെച്ചും മക്കളുടെ നല്ല നാളേക്കായി രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന നിർധനരായ ജനവിഭാഗത്തിൻ്റെയും ത്യാഗത്തെയും നിശ്ചയദാർഢ്യത്തെയും നിഷ്കരണം അധിക്ഷേപിക്കുന്ന നിലപാടാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പാവപ്പെട്ട മനുഷ്യർ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം ഉപയോഗിച്ച് മക്കളെ പഠിപ്പിക്കുന്നതിനെയും സ്വകാര്യ വിദ്യാലയങ്ങളിൽ അയക്കുന്നതിനെയും പണക്കാരൻ്റെ വേഷം കെട്ടലെന്നും സാമ്പത്തിക അഹങ്കാരമെന്നും വിശേഷിപ്പിച്ച മന്ത്രിയുടെ പരാമർശം കേവലം ഒരു നാക്കുപിഴയായി തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് പൊതുസമൂഹം ഒരേ സ്വരത്തിൽ വ്യക്തമാക്കുന്നത്. ഭരണവർഗത്തിന് സാധാരണക്കാരോടുള്ള പുച്ഛത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും വ്യക്തമായ പ്രതിഫലനമാണ് പൊതുവേദിയിൽ മന്ത്രി നടത്തിയ ഈ പ്രസംഗമെന്ന് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും ഒരുപോലെ കുറ്റപ്പെടുത്തുകയാണ്. ദരിദ്രരായ മാതാപിതാക്കൾ ചോര നീരാക്കി സമ്പാദിക്കുന്ന പണം കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്കായി ചിലവഴിക്കുന്നത് കുറ്റകരമാണെന്ന മട്ടിൽ ഒരു ഭരണാധികാരി തന്നെ പരസ്യമായി സംസാരിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ അപമാനകരമായ കാര്യം കൂടിയാണ്. എന്താണ് CP ജോൺ ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് നമുക്ക് ആദ്യം കേൾക്കാം, അതിനുശേഷം ബാക്കി പറയാം. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസൊക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി അല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പഠിക്കുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന അധ്വാന വർഗത്തിന് തങ്ങൾക്ക് ലഭിക്കാതെ പോയ സൗകര്യങ്ങളും മികച്ച വിദ്യാഭ്യാസവും തങ്ങളുടെ മക്കൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കാനും അതിനായി പരിശ്രമിക്കാനും എല്ലാവിധ അവകാശവുമുണ്ട്. വയറ് വിശക്കുമ്പോഴും കുട്ടികളുടെ പാഠപുസ്തകങ്ങൾക്കും സ്കൂൾ ഫീസിനും മുൻഗണന നൽകുന്ന മാതാപിതാക്കളുടെ മനസ്സിനെയാണ് മന്ത്രി ഇത്തരത്തിൽ നിസ്സാരവൽക്കരിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലെ ഈ ക്രൂരമായ കടന്നാക്രമണം കൊണ്ട് മാത്രം മന്ത്രി തൃപ്തനായില്ല. പാവപ്പെട്ട മനുഷ്യരുടെ ആരോഗ്യ സംരക്ഷണ ശ്രമങ്ങളെയും അങ്ങേറ്റം തരം താഴ്ന്ന രീതിയിലാണ് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തത്. കുടുംബത്തിലെ പ്രായമായവർക്കോ കുട്ടികൾക്കോ രോഗങ്ങൾ വരുമ്പോൾ സംസ്ഥാനത്താകെയുള്ള സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്കും ആശുപത്രിയിലെയും വരാന്തകളിൽ അഭയം തേടുന്ന പാവപ്പെട്ട സ്ത്രീകളെയും അമ്മമാരെയും ലക്ഷ്യമിട്ടായിരുന്നു മന്ത്രിയുടെ അടുത്ത ആക്ഷേപം. വൻകിട സ്വകാര്യ ആശുപത്രികളുടെ വാതിലുകൾ തങ്ങൾക്ക് മുന്നിൽ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് മാത്രം മറ്റു വഴികളില്ലാതെ സർക്കാർ ആശുപത്രികളിൽ വരി നിൽക്കേണ്ടി വരുന്ന മനുഷ്യരുടെ യഥാർത്ഥ അവസ്ഥയെ മന്ത്രി തികച്ചും വികലമായാണ് ചിത്രീകരിച്ചത്. സ്വന്തം മാതാപിതാക്കൾക്ക് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ആഗ്രഹമുണ്ടായിട്ടും സാമ്പത്തിക പരാധീനത മൂലം കഷ്ടപ്പെടുന്ന പെൺമക്കളെയും അമ്മമാരെയും നാടകക്കാരായി ചിത്രീകരിച്ച മന്ത്രിയുടെ നിലപാട് തീർത്തും അപലപനീയവും അതുപോലെ സ്ത്രീവിരുദ്ധവുമാണെന്ന് സാമൂഹ്യ പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യാതൊരു ബോധവുമില്ലാതെ പൊതുചടങ്ങിൽ വന്ന് അവിടെ വെച്ച് ഉയർന്ന ഈ അഹങ്കാരത്തിൻ്റെ ഭാഷ സംസ്ഥാനത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ അമർഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നവർ ദരിദ്രന്റെ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും തമാശയാക്കി മാറ്റുന്നത് വച്ച് പൊറപ്പിക്കാനുമാകില്ല. ഒരു വശത്ത് സംസ്ഥാനത്ത് വൻ വികസനവും പുരോഗതിയും പ്രസംഗിക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്നു കൊണ്ട് തന്നെ മറുവശത്ത് സർക്കാരിന്റെ തന്നെ കീഴിലുള്ള ആശുപത്രികളെയും വിദ്യാലയങ്ങളെയും ജനങ്ങൾക്ക് മുന്നിൽ ഇത്രയധികം താറടിച്ച് സംസാരിച്ച മന്ത്രിയുടെ നിലപാടിലെ വൈരുദ്ധ്യവും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്.
സർക്കാർ സംവിധാനങ്ങളെയും മെഡിക്കൽ കോളേജുകളും നിർധനർക്ക് മാത്രമുള്ളതാണെന്ന തരത്തിലുള്ള മന്ത്രിയുടെ അധമ ചിന്താഗതി പൊതുസമൂഹത്തിന് നൽകുന്നത് തികച്ചും അപായകരമായ സന്ദേശം കൂടിയാണ്. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെയും തങ്ങളുടെ ജീവിതത്തോട് പൊരുന്ന സ്ത്രീകളെയും ഇത്രയധികം തരം താഴ്ത്തി സംസാരിച്ച CP ജോണിന് ജനപ്രതിനിധിയായി നിയമസഭയിൽ ഇരിക്കാൻ പോലും അർഹനല്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ ഉറച്ചു നിൽക്കുന്നത്. സ്വന്തം മന്ത്രിസഭയിലെ അംഗത്തിന്റെ ഈ ക്രൂരവും നിരുത്തരവാദപരവുമായ പ്രസ്താവനയിൽ സംസ്ഥാന മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും മന്ത്രിയുടെ രാജിക്കത്ത് ഉടൻ വാങ്ങി അദ്ദേഹത്തെ പുറത്താക്കണമെന്നും ബഹുജന പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുകയാണ്. മലയാളി സ്ത്രീകളെയും അവരുടെ ജീവിത പോരാട്ടങ്ങളെയും പരസ്യമായി അപമാനിച്ച ഗതാഗത മന്ത്രിക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ കടുത്ത വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമായി കഴിഞ്ഞു. അതായത് CP ജോണിനെതിരെ കേസെടുക്കണമെന്നാണ് ഇവരെല്ലാം പറയുന്നത്. ജനങ്ങളുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിച്ച വ്യക്തിക്ക് ഇനി ഒരു നിമിഷം പോലും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ ബഹുജന സംഘടനകൾ അടക്കമുള്ളവർ ശക്തമായ പ്രക്ഷോഭത്തിന് കടന്നിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം സമരജ്വാലകൾ പടരുന്ന ഈ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും വരെ മാർച്ചുകൾ നടത്താൻ വിവിധ പ്രസ്ഥാനങ്ങൾ തയ്യാറെടുപ്പുകളും നടത്തി വരികയാണ്. പൊതുസമൂഹത്തോടും പ്രത്യേകിച്ച് വഞ്ചിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തോടും ഉപാധികളില്ലാതെ മാപ്പ് പറയാനും രാജിവെച്ച് പുറത്തു പോകാനും മന്ത്രി തയ്യാറായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം വലിയ തരത്തിലുള്ള സമരങ്ങൾ അടക്കമുള്ള തീവ്ര സമരങ്ങളിലേക്ക് ജനങ്ങൾ കടക്കുമെന്ന് കടുത്ത മുന്നറിയിപ്പ് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും, അതായത് മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് CP ജോണിന് ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് എൻ്റെ നിലപാട് ഞാൻ നിന്നും ഒരു ഇഞ്ച് പോലും ഞാൻ പിന്നോട്ട് പോകില്ല എന്ന കടുത്ത നിലപാടാണ് അദ്ദേഹം എടുക്കുകയും ചെയ്തത്. അധികാരത്തിൻ്റെ തണലിൽ സാധാരണക്കാരൻ്റെ കണ്ണീരിനെയും അതുപോലെ തന്നെ രക്തത്തെയും അധിക്ഷേപിക്കുന്നവർക്ക് ജനകീയ കോടതി നൽകുന്ന ശക്തമായ പ്രഹരമായിരിക്കും ഈ ജനരോഷം എന്നത്. പാവപ്പെട്ടവൻ്റെ ആത്മാഭിമാനം ആരുടെ മുന്നിലും അടിയുറ വയ്ക്കാൻ തയ്യാറല്ലെന്ന് തെളിയിക്കുന്ന രീതിയിൽ സംസ്ഥാനത്തെ നാനാഭാഗങ്ങളിലും ജനങ്ങൾ തെരുവിലേക്ക് വലിയ തരത്തിൽ ഇവരുടെ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ച് പഠിക്കാനോ അത് മെച്ചപ്പെടുത്താനോ തയ്യാറാകാതെ അതിനെ ആശ്രയിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കുറ്റക്കാരാക്കുന്ന രീതിയാണ് ഇവിടെ നാം കണ്ടത്. വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഭരണാധികാരി തന്നെ ജനങ്ങളെ അപമാനിക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ അത് ജനാധിപത്യപരമായ മൂല്യങ്ങളുടെ തകർച്ചയാണ് കാണിക്കുന്നത്. അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ജനതയെ ഇത്രത്തോളം നിസ്സാരവൽക്കരിച്ച മറ്റൊരു സംഭവം ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിലുണ്ടായിട്ടില്ല. പാവപ്പെട്ടവരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത ഭരണം ജനങ്ങൾക്ക് ആവശ്യമില്ലെന്ന സന്ദേശമാണ് ഓരോ പ്രതിഷേധവേദിയിൽ നിന്നും, അതായത് ഓരോരുത്തരും സംസാരിക്കുമ്പോൾ PK ശ്രീമതി അടക്കമുള്ളവർ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. സ്വന്തം കുടുംബം പുലർത്താൻ ബുദ്ധിമുട്ടുന്ന ജനങ്ങളെ പണക്കാരൻ്റെ വേഷം കെട്ടുകാരെന്ന് മുദ്ര കുത്തുമ്പോൾ മന്ത്രി മറന്നു പോകുന്നത് ഈ നാടിൻ്റെ നട്ടലെന്ന് പറയുന്നത് ഈ സാധാരണക്കാരായ മനുഷ്യരാണ് എന്നുള്ളതാണ്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. സാധാരണക്കാരായ മനുഷ്യർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മന്ത്രിക്ക് മറുപടി നൽകുന്നുണ്ട്. തങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ നിലയിൽ എത്തിയതെന്നും അതിനെ സാമ്പത്തിക അഹങ്കാരമെന്ന് വിളിച്ച മന്ത്രി പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴാ വലിയ പ്രതിഷേധത്തോടെ തുറന്നടിക്കുകയാണ്. ജനപ്രതിനിധികൾ തങ്ങളുടെ സേവകരാണെന്ന അടിസ്ഥാന തത്വം മറന്നുകൊണ്ട് സംസാരിക്കുന്നവർക്ക് നിയമസഭയിൽ തുടരാൻ അധികാരമില്ല, അർഹതയുമില്ല. ഈ വിഷയത്തിൽ പ്രതിപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. DYFI അടക്കമുള്ളവർ, അതുപോലെ CPM-ലെ വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ വലിയ തരത്തിൽ പ്രതിഷേധമായി ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കുള്ളിലും പുറത്തും വിഷയത്തിൻ്റെ ചൂട് ഉയരുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. സർക്കാരിൻ്റെ പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ വിഷയം വളർന്നിട്ടും മന്ത്രിയോ ഭരണകൂടമോ വിഷയത്തെ ഗൗരവമായി കാണാൻ തയ്യാറാകാത്തത് ജനങ്ങൾക്കിടയിലുള്ള അമർഷം ഇരട്ടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആത്മാഭിമാനം പണയം വെച്ച് ജീവിക്കാൻ തയ്യാറല്ലാത്ത ഒരു സമൂഹത്തിന് മുന്നിൽ അധികാരം കാണിച്ച് പേടിപ്പിക്കാനാണ് കരുതുന്നത്. അത് ഭോഷത്തരം മാത്രമാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ രോഷം വരും ദിവസങ്ങളിൽ ഭരണകൂടത്തിൻ്റെ അടിത്തറയിളക്കുന്ന രീതിയിലേക്ക് വളരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ജനകീയ പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ മന്ത്രിക്ക് എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത്. ഇവിടെ എന്തായാലും പാവപ്പെട്ട മനുഷ്യരുടെ അതിജീവന പോരാട്ടങ്ങളെ അധിക്ഷേപിച്ച മന്ത്രിക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ രോഷം ഇനിയും കണ്ടില്ലെന്നടിക്കാൻ ഭരണകൂടത്തിനും കഴിയില്ല. ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അധികകാലം ആർക്കും മുന്നോട്ട് പോകാനാകില്ലെന്ന മുന്നറിയിപ്പാണ് ഈ സമരങ്ങളെല്ലാം നൽകുന്നത്. നാം ഒന്ന് ആലോചിക്കണം, 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് വലിയ കഷ്ടപ്പാടോടെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് അധികാരത്തിൽ കയറുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ കയറുമ്പോൾ എല്ലാവരും വലിയ തരത്തിൽ ആഘോഷിക്കുന്ന സന്തോഷിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് അടിമത്തക്കാലം കഴിഞ്ഞു, ഇനി ജനകീയ ഭരണമാണ് വരാൻ പോകുന്നത്. കോൺഗ്രസ് വലിയ തരത്തിൽ കൊട്ടിഘോഷിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്, അതായത് UDF-ലെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ ഒരു മന്ത്രി സ്ത്രീകൾക്കെതിരെ ഇത്ര മോശമായ ഭാഷയിൽ സംസാരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധം ഇതിൻ്റെ പേരിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം
CP ജോൺ ഇതിനെക്കുറിച്ച് മറുപടി പറയുമ്പോൾ പോലും പറയുന്നത് ഞാൻ ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്ന തരത്തിലാണ്. അങ്ങനെ വരുമ്പോൾ അത് വീണ്ടും വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. CPM-ലെ വനിതാ നേതാക്കൾ അടക്കമുള്ളവർ വലിയ തരത്തിൽ ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുമുണ്ട്. ഈ പറഞ്ഞ സമരങ്ങളടക്കമുള്ളവ ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം ഇപ്പോഴത്തെ ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഫ്ലഡിൽ നിൽക്കുമ്പോൾ ജനങ്ങൾ പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ഈ സാഹചര്യത്തിലും മന്ത്രിമാരുടെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നാടിന് മാത്രമല്ല ദോഷം ചെയ്യുന്നത്, അത് സർക്കാരിനും വലിയ തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കാനിരിക്കുക.